എല്ലാവർക്കും ഒരു ഹായ്. പോയി ഇന്നാണ് പോകുന്നത് സോർലാൻഡ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 105 ഒക്കെ. ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുഹാവ ഷോയിന്റെ അടുത്തേക്ക് വരുന്നതാണ്. പിന്നെ ഡബ്ല്യൂലി കണ്ണു തുറന്ന് അവളെ വിളിക്കുന്നു. അവനും ഇപ്പോൾ ഓക്കെ ആയി. അതുപോലെ സോൾ പവർ ലെവൽ കൂടി എങ്ങനെയെന്ന് ആലോചിക്കണം. യുഹാവ് എന്ന് അവനെ വിളിച്ച് എനിക്കല്ലേ ഇന്നലെ എങ്കിലും അങ്ങോട്ട് പോയി അവിടെ അസംബിളായിട്ട് നിൽക്കണം. അവനോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ നടന്നത് ആൾക്ക് എന്ത് പറ്റി. അപ്പോഴേക്കും അങ്ങോട്ട് കുതിരയുടെ മുകളിലായിട്ട് ഷോയിൻ വരുന്നുണ്ട്. അവളെ കണ്ടാണ് അവനെന്ന് ആശ്വാസമായത്. ഇവരൊരു തൊല്ലയായാലോ എന്ന പോലെ യുഹാവ് പെട്ടെന്നാണ് അവനൊരു ബാഡ് ഓമൻ അത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നിലക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ആകാശത്തുനിന്ന് ഒരു വലിയ ഉൾക്ക പോലെ ഒന്ന് വന്ന് വീഴുന്നു. അവിടെ അത് മുഴുവനായിട്ട് പൊട്ടിത്തെറിച്ചു. അതിന്റെ ഇമ്പാക്ട് പോലും ദൂരെ നിന്ന് ഇവർക്ക് തന്നെ എഫക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര മാസീവായ അറ്റാക്ക് ആയിരുന്നു മനസ്സിലാക്കാം. കുറച്ചുപേര് അത് അങ്ങനെ പോയി അവസാനം ഒന്ന് നോർമലായി. ഡബ്ല്യൂലി കണ്ടിട്ട് ടെൻഷനായിട്ട് പോകാനായിട്ട് നിൽക്കുക യുഹാവ് നിർത്തി. അത് നോർത്ത് ഭാഗത്താണ്, എൻ്റെ അച്ഛൻ അവിടെയാണുള്ളത്. എന്നാൽ യുഹാവ് അത് കഴിഞ്ഞു ഇനി പോയിട്ട് ഒന്നും മാറാൻ പോകുന്നില്ല. നീ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ വേണം, അങ്ങോട്ട് പോകണ്ട. അപ്പോഴാണ് ഷോയിൻ വന്നിട്ട് അവരെ രണ്ടുപേരെ അവളുടെ പേഴ്സണൽ ഗാർഡായിട്ട് ചേർത്ത് എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഡബ്ല്യൂലിനോട് അവളുടെ കൂടെ വരാനായിട്ടും അതുപോലെ യുഹാവനോട്, അതായത് ടാങ് ഡോങ് എന്നാണ് പറയുന്നത്, അവനോട് ഫസ്റ്റ് ലൈൻ അവർക്ക് എന്ത് പറ്റിയെന്ന് നോക്കാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തി അവിടെ മൊത്തം ഒരു വലിയൊരു അറ്റാക്ക് നടന്ന പോലെ അവിടെയുള്ള ഒരു സോൾജേഴ്സിനോട് ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് മിങ്ഡുവിന്റെ, അതായത് സൺമൂൺ എംപയറിന്റെ അറ്റാക്ക് ആയിരുന്നു. മുകളിൽ നിന്ന് വന്ന് വീണത് ഉൾക്കായിരുന്നില്ല, പല ലെവൽ 9 സോൾ ഗൈഡിങ് കാനോൺസ് ആയിരുന്നു. അതുപോലെ മിണ്ടു മൗഡേന്റെ അവിടെ ആയിട്ട് ആർമേഡ് സോൾ ഗൈഡിങ് ടൂൾസ് വെച്ചുള്ള വലിയൊരു അറ്റാക്ക് നടത്തി ഫ്രണ്ട് ലൈൻ എല്ലാവരെയും ഇല്ലാതാക്കുകയുണ്ടായി. ആകെ മൊത്തം 80% ആൾക്കാർ ഡെഡായി. യുഹാവ മനസ്സിൽ സൺമൂൺ എംപയർ ലെവൽ 9 കാനോൺസ് യൂസ് ചെയ്ത് ഡിഫൻസ് തകർത്തു. ആ ടൈം നോക്കി അവർ അറ്റാക്ക് ചെയ്തു, സിമ്പിളായിട്ട് ജയിച്ചു. സൺമൂൺ എംപയറും നമ്മൾ തമ്മിൽ സോൾ ഗൈഡിങ് ടൂൾസിനിടയിൽ വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രത്തോളം ആകുമെന്ന് കരുതിയില്ല. അവരുടെ ലക്ഷ്യം വൈറ്റ് ടൈഗർ 2 ആകണം എന്നത് മനസ്സിലായി. അവനിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ അവർക്ക് ടൈമാണ് ആവശ്യം. ഹോൾഡ് ചെയ്ത് മെയിൻ ആർമി ഇവിടെ നിന്ന് പുറത്തെടുക്കണം എന്നത് ആലോചിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് വലിയ അറ്റാക്ക് നടക്കുകയാണല്ലോ. ഡൈഹാവോയ്ക്ക് ആകട്ടെ പരിക്ക് വരിയെങ്കിലും അവരുടെ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ലെവൽ 9 കാനോൺസ് വെച്ച് അവരെ അറ്റാക്ക് ചെയ്യണം. അപ്പോഴാണ് അത് പെട്ടെന്ന് എല്ലാം തകർക്കുകയുണ്ടായി. മുൻപിലായിട്ട് ഒരാൾ വന്നിട്ട് തടയുന്നുണ്ട്. അത് ഷിങ്ലു എംപയറിന്റെ തന്നെ ഫസ്റ്റ് കമാൻഡർ ശിവൻജി എന്ന ആളായിരുന്നു. ആളോട് ഡൈഹാവോ നമ്മുടെ ആൾക്കാർക്ക് നല്ല ഇഞ്ചറി പറ്റി, എങ്ങനെയെങ്കിലും യൂമിങ് സിറ്റിയിലേക്ക് അവരെ എത്തിക്കണം. ഞാൻ മാക്സിമം ഇവരെ ഹോൾഡ് ചെയ്യാൻ നോക്കാം. പരിക്ക് പറ്റിയ ഇവരെല്ലാവരെയും എങ്ങനെയും പുറത്തിരിക്കാനായിട്ട് പറയുകയാണ്. മിങ്ഡു മൗണ്ടൈനാണ് വലിയൊരു ഡിഫൻസ് അവർക്കായിട്ടുള്ളത്. അത് നഷ്ടമായ പിന്നെ ഈസിയായിട്ട് അവരെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞ ആ സമയം മതി ഇവരുടെ ആൾക്കാർക്ക് യൂമിങ് സിറ്റിയിലേക്ക് എത്താൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ യാഹു എങ്ങനെയും കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. അതിനവനാകട്ടെ ഡൈഹാവോ തന്നെയാണ് അവർക്ക് ലക്ഷ്യം. ഞാൻ പോവുകയില്ല എന്ന ഡൈഹാവോ മനസ്സിലാക്കാതില്ല, മൈൻഡ് ആക്കാതെ എനിക്ക് വല്ലതും പറ്റിയ അടുത്ത ഡൂക്ക് വൈറ്റ് ടൈഗർ ഡൂക്കായിട്ട് അവനെ വേണം എടുക്കാൻ. അവന് വരുമെന്ന് പറഞ്ഞ് എന്നാൽ ഒറ്റയടിക്ക് അവനെ ബോധം കെടുത്തി അവനെ സേഫായിട്ട് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു വിട്ട്. അങ്ങോട്ടപ്പോൾ ഈ ജൂലിന് വരുകൊണ്ടായിരുന്നു. ഡൈഹാവോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സൺമൂൺ നീട്ടില് അത് എടുക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അവർ പോയി ഡൈഹാവോ അവരുടെ ആൾക്കാരും ചേർന്ന് അത് തടയാനായിട്ട് പിന്നെ പോവുകയാണ്. അവിടെ പിന്നെ അവാറ് അത് തുടങ്ങണം. അത് കുറച്ചു നേരം സ്വന്തം ആൾക്കാർ ഡെഡ് ആകുന്നത് കൊണ്ട് എന്നോട് ക്ഷമിക്കുക, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അവരുടെ ആൾക്കാർ അവരോട് പറയുമ്പോൾ അവരാകട്ടെ ഡൈഹാവനെ സപ്പോർട്ടായിരുന്നു പറയുന്നത്. അവരുടെ കയ്യിൽ ലെവൽ 89 സോൾ ഗൈഡിങ് ടൂൾസ് വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് നമ്മൾ തടയുന്നുണ്ട്. ഇത് നമ്മുടെ ഫാമിലി, നമ്മുടെ എംപയറിനൊക്കെ വേണ്ടിയാണ്. നമ്മൾ ലാസ്റ്റ് മൊമെന്റ് പോലും പോരാടും എന്നൊക്കെ പറഞ്ഞാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് സാക്രിഫൈസും ചെയ്യുന്നുണ്ട്. കേട്ടപ്പോൾ തന്നെ ചാർജ് ചെയ്ത പോലെ ഡൈഹാവ് ശരി ഞാനും പോരാടും എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അറ്റാക്ക് അത് തുടങ്ങി. ഈ യൂലും കണ്ടിട്ട് ഡൈഹാവനെ ഫോക്കസ് ചെയ്ത് ഇല്ലാതാക്കാനായിട്ട് പറയണം. അത് കേട്ട് അവർ ഡൈഹാവനെ അറ്റാക്ക് ചെയ്യുന്നത് നിൽക്കുന്നു. അപ്പോഴാണ് യുഹാവ് അവൻ്റെ സ്പിരിച്വൽ അട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഡൈഹാവന് കാണുന്നില്ല സ്ലോ ആയിട്ടും അവർക്കാകട്ടെ ഡൈഹാവോനെ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ പല ഭാഗത്തായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതെങ്ങനെ മിസ്സാകുന്നു എന്ന് പോലും മനസ്സിലാകാതെ നിൽക്കുകയാണ്. എന്നാൽ യുഹാവോ ഡൈഹാവോനോട് ഇവിടുന്ന് പോകാനായിട്ട് പറയുന്നുണ്ട്. അന്ന് അവരെ ഹെൽപ്പ് ചെയ്ത ആളാണ് എന്നത് മനസ്സിലായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവരെ പോലെയുള്ള പ്രൊജക്ഷൻ ഇലൂഷൻ ആ സ്കില്ല് യൂസ് ചെയ്തിട്ട് അവിടെ ആക്കി ഈ യൂലിൻ്റെ അടുത്ത് വന്നിട്ട് സ്ട്രൈക്ക് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അവരുടെ മുൻപിൽ യുഹാവ ഹോളി സ്പിരിറ്റ് ചർച്ചിന്റെ ബേസുമാണ്. അതുകൊണ്ട് തന്നെ അലയൻസ് ആണല്ലോ എന്ന് കരുതിയിട്ട് ഇലൂഷനായിട്ടുള്ള അതിന് സൺമൂൺ നീഡിൽ വെച്ച് അറ്റാക്ക് ചെയ്യണം. ഈ സമയം അവരവിടെ നിന്ന് ആൾറെഡി പോയിരുന്നു. അങ്ങനെ ആ മാസീവ് അറ്റാക്കിൽ അവിടെയുള്ള എല്ലാ ഇലൂഷനെല്ലാം ഇല്ലാതായി. അവരുടെ ലക്ഷ്യം മാർഷലായ ഡൈഹാവോ ആയിരുന്നു. അപ്പോൾ അല്ല ഹോളി സ്പിരിറ്റ് ചർച്ച് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സീക്രട്ട് അറ്റാക്ക് അത് ഹോളി സ്പിരിറ്റ് ചർച്ചിന് അറിയില്ലായിരുന്നു. ആ ആളെ കാണില്ല. ഇതെന്തോ ട്രാപ്പായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. ആ വന്നത് ഒരു ഗ്രാൻഡ് സൊല്ലാൻ്റെ മാസ്റ്റർ ആകണം. വെർട്ടിക്കലായി ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. ഈ സമയം അവരെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്.
നമ്മളെ രണ്ടാമത്തെ തവണയാണ് രക്ഷിക്കുന്നത്, എന്ത് തിരിച്ചു തരണമെന്ന് അറിയില്ല. എന്ന യുഗാവ അതൊന്നും വേണ്ട, ആ ഗേറ്റ് അതിനെന്താണ് നിങ്ങളുടെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി. അവരോട് അതിനുള്ളിലൂടെ പോകാനായിട്ട് പറയുന്നുണ്ട്. അവരങ്ങനെ കയറുകയാണ്. കുറച്ച് കയറി ഷോക്കായി പോയി. കാരണം അതിനുള്ളിൽ കണ്ടത് അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. കേസ് ഉണ്ടാക്കണ്ട, ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ പറയുന്നുണ്ട്. അങ്ങനെ പോവുകയാണ്. പിന്നെ യുഗാവയ്ക്ക് സൺമൂൺ വരുന്നുണ്ട് എന്നത് മനസ്സിലായിട്ട് ഡൈഹോവിനോട് കയറുന്നില്ലെന്നതിന് ഞാൻ മാക്സിമം ഹോൾഡ് ചെയ്യാൻ നോക്കും, ആ സമയം കൊണ്ട് ഇവരെല്ലാവരെയും അകത്ത് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നവർക്ക് നേരെ നിൽക്കുകയാണ്. യുഹാവ് ഒരു ഇല്യൂഷൻ സ്കില്ല് യൂസ് ചെയ്ത് നിന്നിട്ട് ഇയോലിനെ ശ്രദ്ധ മാറ്റാനായിട്ട് നോക്കി. എന്നാൽ ഇയോലിനാകട്ടെ ഒരു ലൊക്കേഷൻ കാണിച്ചിട്ട് ക്യാനൺ യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഏകദേശം അവൻ്റെ അടുത്ത് വന്ന് നിൽക്കൊണ്ട് നിന്റെ ഏത് സ്കില്ലും ഇനി വർക്കാകില്ല എന്ന ഡയലോഗ് യുഹാവ് അവർ കാണിക്കുന്നത് കൊണ്ട് ദേഷ്യം ആ ഗേറ്റിലേക്ക് അറ്റാക്ക് ചെയ്ത് അവരെല്ലാവരെയും ഇല്ലാതാകാൻ പറയുന്നു. അത് കേട്ട് ഡൈഹാവ് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. അവിടെ ഉള്ളവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഓരോ സ്കിൽ യൂസ് ചെയ്ത്. അങ്ങനെ കുറച്ചു നേരം പോകുന്നു. നെറ്റ് പോലെയുള്ള എന്തോന്ന് ഷീൽഡ് വെച്ച് തടഞ്ഞുവെങ്കിൽ താഴേക്ക് അടിച്ചിട്ട് അപ്പോൾ തന്നെ മാർഷൽ സോൾ ഫോം എടുത്ത് അതെല്ലാം തടഞ്ഞു. അവർ ഷൂട്ട് ചെയ്യുന്നതെല്ലാം വെറുതെ ആകുന്ന പോലെ. അപ്പോഴാണ് ഈ ഒരു സൺമൂൺ നീഡിൽ വെച്ച് ഒരു അറ്റാക്കിനായിട്ട് നിൽക്കുന്ന യുഗാവ ആ സമയം സ്വൈപ്പ് സ്കിൽ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ യൂലിൻ്റെ അടുത്തേക്ക് വരുത്തി. ഡൈഹാവ് ടെലിപ്പോർട്ടോ എന്ന അതിശയം. എങ്കിലും അപ്പോൾ തന്നെ ഈ യൂലിന് സ്പിരിച്വൽ അറ്റാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഡൈഹാവ് വന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം കണ്ട് അനിഹിലേഷൻ സ്കില്ല് അത് വെച്ച് അറ്റാക്ക്, യുഹാവിൻ്റെ സ്പിരിച്വൽ അറ്റാക്ക്. ബോധം വന്ന ഈ യൂലിന് അപ്പോൾ തന്നെ ലെവൽ 89 ഷീൽഡ് വെച്ച് തടയണേ. എന്നിട്ട് കൂടി കാര്യം ഉണ്ടായില്ല. അനിഹിലേഷൻ്റെ അത് ബ്രേക്കാക്കി അടിച്ച് താഴെയിട്ടു. അവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുക യുഹാവ് സ്പിരിച്വൽ വോയിസിലെ സൺമൂൺ നീഡിൽ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ട് അതിന് പോയി അവരെ അടിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് തടഞ്ഞിട്ട് ഈ യൂലിന് അപ്പുറമുണ്ട്. യുഹാവ് മുൻപിൽ വന്നിട്ട് സ്പിരിച്വൽ മാനിപ്പുലേഷൻ സ്കിൽ യൂസ് ചെയ്ത് അവരെല്ലാവരും കൺട്രോളിലാക്കി. ഈ ഒരു ഷീൽഡ് വെച്ച് രക്ഷപ്പെട്ടു. അത് തടഞ്ഞു രക്ഷപ്പെട്ടു. ഈ ഒരു സ്വന്തം സോൾ ടൂള് നീ ഒന്ന് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് യുഹാവ് മാറിക്കൊടുത്തു. ആ സ്ട്രൈക്ക് അവർക്ക് നേരെ വന്നു. അത് നേരെ വന്ന് ഒറ്റ ഇടിക്കുന്നുള്ളൂ. എന്നാൽ അയാൾ ലക്കിന് അവിടെ നിന്ന് മാറി. ബാക്കിയുള്ളവർക്ക് മാറാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ വന്നു അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.